നീ ഇപ്പൊ അങ്ങനെ എടുത്തിയാളെ റിസൈൻ ചെയ്യാനൊന്നും പോണ്ട. എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ലേ? ആ സബ്മിറ്റ് ചെയ്ത പ്രശ്നം തീർന്നല്ലോ. എനിക്ക് കമ്പനിയുടെ കാര്യമൊന്നും ഒരു പ്രശ്നമല്ല. അത് എന്നെ കുറ്റപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. പക്ഷേ ഞാൻ ഇത്ര മനപ്രയാസം സഹിക്കുമ്പോൾ സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ പോലും സുധ മനസ്സ് കാണിക്കുന്നില്ല. അവൾ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നു. അതിന് സുധയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നീ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ? കമ്പനി കാര്യങ്ങളൊന്നും ഇന്റർഫിയർ ചെയ്യരുതെന്നല്ലേ നിന്റെ കൽപ്പന? ഇത് കമ്പനി കാര്യമല്ല, എന്റെ പേഴ്സണൽ പ്രോബ്ലമാണ്. അതെങ്ങനെ? ഇത് നീയും എം ഡിയും തമ്മിലുള്ള ഫൈറ്റ് അല്ലേ? സുധ പറയുന്ന ഏതെങ്കിലും അഡ്വൈസ് നീ സ്വീകരിക്കുമോ? എനിക്ക് ആവശ്യം അഡ്വൈസ് അല്ല. അവൾക്ക് വിവരമില്ലാത്ത വിഷയത്തിൽ അവളുടെ അഡ്വൈസ് എനിക്ക് ആവശ്യമില്ല. പക്ഷേ സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞുകൂടെ? എന്റെ മാധവൻകുട്ടി, സമാധാനിപ്പിക്കുന്നതിനിടയ്ക്ക് അല്പം ഉപദേശമൊക്കെ ഉണ്ടായെന്ന് വരും. അപ്പോഴേക്ക് ഉപദേശിക്കാൻ വരരുതെന്നും പറഞ്ഞ് നീ ചാടി തുടങ്ങും. പിന്നെ അവരെങ്ങനെ ആശ്വസിപ്പിക്കാൻ വരും? ഒരു ഭാര്യയെ എങ്ങനെ ഭർത്താവിനെ ആശ്വസിപ്പിക്കണമെന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, പഠിപ്പിക്കാനൊന്നും പോണ്ട. ഒരു ഭാര്യയോട് ഭർത്താവ് പെരുമാറുന്ന വിധത്തിൽ നീ അങ്ങോട്ട് പെരുമാറും. അപ്പോ അതിനനുസരിച്ചുള്ള പ്രതികരണം സുഹയിലും ഉണ്ടാവും. ടൈമായി, ഞാൻ പോട്ടെ. എന്താ അത്ര ധൃതി? ഇന്ന് സൺഡേ അല്ലേ? 10 മണിക്ക് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്.